കേവലം ഒരൊറ്റ സീസൺ കൊണ്ട് ഒരു ആയുസിന്റെ ആത്മബന്ധം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുമായി ഉണ്ടാക്കിയെടുത്ത സ്പാനിഷ് സൂപ്പർ താരത്തിന്റെ പേര് ആൽവരോ വാസ്കസ് എന്നാണ്. അയാളോടൊപ്പം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത് ഇവാൻ ബുക്കോമാനോവിച്ചും അഡ്രിയാൻ ലൂണയും പിന്നെ നമ്മുടെ ജോജ പെരേര ഡയസും എല്ലാവരും ആയിരുന്നു. അതിൽ ലൂണയും ഇവാനും ഒക്കെ ജന്മജന്മാന്തരങ്ങളുടെ ബന്ധം നമ്മളുമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ബ്ലാസ്റ്റേഴ്സ് വിട്ട് ശത്രുരാജ്യമായ രാജ്യം എന്ന് വെറുതെ ഓളത്തിലങ്ങ് പറഞ്ഞതാണ്. എതിരാളികളുടെ പടക്കളമായ ഗോവയിലേക്ക് ചേക്കേറിയപ്പോഴും അയാളുടെ ഹൃദയം എപ്പോഴും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തുടിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. ഏതായാലും ആൽവരോ വാസ്കസ് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഷെയർ ചെയ്തിരുന്നു. അതിനകത്ത് പുള്ളി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിരുന്ന ഇവാൻ വുക്കോമാനോവിച്ചിനെയും സ്ലാവൻ ബ്രഗോവ്സ്കിയും ഒക്കെ തന്നെയാണ് വച്ചിരുന്നത്. അതിനകത്ത് പുള്ളി ഒരു ക്യാപ്ഷനും കൂടി ചേർത്തിരുന്നു, ഇതിനേക്കാൾ മികച്ച പരിശീലകരെ എനിക്ക് കിട്ടാനില്ല എന്ന് പറയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു കോച്ചിങ് യൂണിറ്റിനെ ഒരൊറ്റ സീസൺ കൊണ്ട് അയാൾ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ആ ഒരു ടീം നമ്മൾ ഗോവയിലെ ബയോബബിളിൽ വെച്ച് നടന്ന ഇവാൻ വുക്കോമാനോവിച്ചിന്റെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആദ്യ സീസൺ നമ്മൾ ഫൈനലിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വജ്രായുധം എന്ന് പറയുന്ന ഒരു ത്രിമൂർത്തി സഖ്യം തന്നെയായിരുന്നു ജോജ പെരേര ഡയസ്, അഡ്രിയാൻ, നിക്കോളാസ് ലൂന ലിറ്റിമാർ, പിന്നെ നമ്മുടെ ആൽവരോ വാസ്കസ്. ഈ 3 പേരെയും അടുത്ത സീസണിൽ കൂടി നിലനിർത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സിന് കിരീടം നേടാമായിരുന്നു. പക്ഷേ നമ്മുടെ ഗ്രീഡി സെൽഫിഷ് മാനേജ്മെന്റ് ലൂണയെ മാത്രം നിലനിർത്തി ആൽവരയെയും ഡയസിനെയും വിറ്റു തുലയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിന്റെ ബലം പിന്നെ നമ്മൾ അനുഭവിച്ചു. പിന്നീട് എങ്ങനെയൊക്കെയോ അംഗഭംഗം വന്ന സ്കോഡിനെ ഇവാൻ ബുക്കോമാനോവിച്ച് പ്ലേ ഓഫിലേക്ക് കൊണ്ടുവന്നു. കഴിഞ്ഞ സീസണിൽ ഇവാനെയും പിന്നിൽ നിന്ന് കുത്തിക്കളഞ്ഞു. അതിന്റെ ഫലമായിട്ട് നമ്മൾ പ്ലേ ഓഫിലും കയറാതെ പുറത്തായി. ഏതായാലും ആൽവരോ വാസ്കസിന് ഇന്നും പ്രിയപ്പെട്ട ടീമും പരിശീലകനും എല്ലാം ഇവാൻ ബുക്കോമാനോവിച്ചും ബ്ലാസ്റ്റേഴ്സും തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിനേക്കാൾ അയാളെ ഒരു ഭ്രമിപ്പിക്കുന്നത് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ആ അറ്റ്മോസ്ഫിയർ ഒരുക്കി കൊടുത്തത് ഇവാനും മറ്റുള്ളവരും ഒക്കെ തന്നെയാണ്. സോ ഇതിനേക്കാൾ മികച്ച പരിശീലകരെ എനിക്ക് കിട്ടാനില്ല എന്ന് പറയുമ്പം അഡ്രിയാൻ ലൂണയും ആൽവരോ വാസ്കസും ഒക്കെ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ ഈ ഒരു ഇവാൻ ബുക്കോമാനോവിച്ച് എന്ന കോച്ച് കൂടിയാണ്.